US-ഇറാൻ യുദ്ധവും സംഘർഷങ്ങളും 6ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ മേഖലയിൽ വീണ്ടും നയതന്ത്ര നീക്കങ്ങൾ സജീവമാവുകയാണ്. ഇതിന്റെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി ഇന്ന് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെത്തുകയാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി ഔദ്യോഗികമായി അറിയിക്കുന്നതനുസരിച്ച് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജസീം അൽ താനി വ്യാഴാഴ്ച ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ സന്ദർശനം നടത്തുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വ്യാപിപ്പിക്കുന്നതിനും പ്രാദേശിക സമാധാനവും സുരക്ഷയും ശക്തമാക്കുന്നതിനുമായി ഇറാനും ഖത്തറും തമ്മിൽ തുടർച്ചയായി നടത്തിവരുന്ന ചർച്ചകളുടെയും കൂടിയാലോചനകളുടെയും ഭാഗമാണ് ഈ സന്ദർശനമെന്ന് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കി. ഖത്തർ പ്രധാനമന്ത്രി ഉടൻ തന്നെ ടെഹ്റാനിലെത്തുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരിയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ സൈനിക ആക്രമണങ്ങളെ തുടർന്ന് പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. എന്നാൽ ഈ സ്ഥിതി കൂടുതൽ വഷളാകാതിരിക്കാൻ ഖത്തർ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സജീവമായി ഇടപെടുന്നുണ്ട്. മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ മികച്ച മധ്യസ്ഥ ശ്രമങ്ങളാണ് ഖത്തർ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് മേഖലയിലെ ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഖത്തർ പ്രധാനമന്ത്രി ടെഹ്റാനിലെത്തുന്നത്. അവിടെ വെച്ച് അദ്ദേഹം മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി നിർണായക ചർച്ചകൾ നടത്തും. സമാധാനത്തിനായുള്ള ഇത്തരം നീക്കങ്ങൾ ഭാവിയിലും തുടരുമെന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കുന്നുണ്ട്. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, ഇരു വിഭാഗങ്ങളും തമ്മിൽ ചർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നിവയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനൊപ്പം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതും പ്രധാന ചർച്ചാ വിഷയമാകും. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ള പഴയ അവസ്ഥയിലേക്ക് ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം മാറ്റണമെന്ന് ഖത്തർ ആവശ്യപ്പെടുന്നുണ്ട്. അമേരിക്കയ്ക്കും ഇറാന്റെ ഭരണകൂടത്തിനും ഒരുപോലെ വിശ്വസിക്കാൻ കഴിയുന്ന അപൂർവം മധ്യസ്ഥരിലൊന്നാണ് ഖത്തർ. കഴിഞ്ഞ ജൂണിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിലെത്തിയതിൽ ഖത്തർ നിർണായക പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ജൂലൈ മാസത്തോടെ ആ കരാർ പരാജയപ്പെടുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൈനികമായ ആക്രമണങ്ങൾ താൽക്കാലികമായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും നയതന്ത്രപരമായ തടസ്സങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇറാനുമേൽ സാമ്പത്തിക ഉപരോധവും നാവിക ഉപരോധവും ശക്തമാക്കിക്കൊണ്ട് ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് അടക്കമുള്ള പുതിയ നടപടികളിലേക്ക് അമേരിക്ക കടന്നതോടെയാണ് ഖത്തർ വീണ്ടും മധ്യസ്ഥ ശ്രമങ്ങൾ ഊർജിതമാക്കിയത്. ഇതിനു പുറമെ മേഖലയിലെ മറ്റ് പ്രധാന രാജ്യങ്ങളും ഇറാനുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒമാൻ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറും കഴിഞ്ഞ ദിവസങ്ങളിൽ ടെഹ്റാനിൽ സന്ദർശനം നടത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം പുനരാരംഭിക്കുകയും ഇറാൻ അനുകൂല സംഘങ്ങൾ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്താൽ ഉപരോധങ്ങളിൽ ഇളവ് നൽകാമെന്ന അമേരിക്കൻ നിർദ്ദേശം പാകിസ്ഥാൻ സൈനിക മേധാവി ഇറാനെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ ഗതാഗതം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. മുൻപ് പ്രതിദിനം 20 ദശലക്ഷം ബാരൽ എണ്ണ കടന്നുപോയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഏകദേശം 5 ദശലക്ഷം ബാരൽ മാത്രമാണ് കടന്നു പോകുന്നത്. ഇത് ഖത്തറിന്റെ ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിലും വരുമാനത്തിലും ഒമാനുമായി ധാരണയിലെത്തിയെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഉപരോധങ്ങൾ പിൻവലിക്കാതെയും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള തടസ്സങ്ങൾ നീക്കാതെയും പാത പൂർണ്ണമായി തുറക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ.